കൊല്ലം കാവനാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ ബംഗാൾ സ്വദേശി ജതൻ ദാസ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ. അപകടത്തിൽ ബംഗാൾ സ്വദേശി ഗോവിന്ദദാസിനും രാമൻകുളങ്ങര സ്വദേശി അനൂപിനും ജീവൻ നഷ്ടമായിരുന്നു. അനൂപ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് കാൽനട യാത്രക്കാരെ ഇടിക്കുകയായിരുന്നു. അതേസമയം ജില്ലാ ആശുപത്രിയിൽ ആക്രമണം നടത്തിയ അനൂപിന്റെ സുഹൃത്തുക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ രാത്രി 8 മണിയോടെയാണ് കാവനാട് മുക്കാട് വെച്ച് അനൂപ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. കാൽനടയാത്രക്കാരായ ബംഗാൾ സ്വദേശി ഗോവിന്ദദാസിനെയും മകൻ ജതൻ ദാസിനെയും ഇടിച്ചിട്ട ശേഷം ബൈക്ക് വൈദ്യുത പോസ്റ്റിലിടിച്ചു നിന്നു. 3 പേരെയും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആശുപത്രിയിലെത്തിയ അനൂപിന്റെ സുഹൃത്തുക്കൾ ബഹളമുണ്ടാക്കുകയും ചില്ലടിച്ച് തകർക്കുകയും വനിതാ ജീവനക്കാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പേഷ്യന്റ് ഹെത്താണ്, അത് അവർക്ക് പറയാനും ഒന്നും പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് അമ്മരങ്ങ് ബഹളമായി, അകത്ത് ഇറങ്ങുന്നില്ല. ഞാൻ അകത്ത് ലേഡീസ് സ്റ്റാഫോട് ഒരുപാട് നേരം നമ്മുടെ സെക്രട്ടറിയുടെ അകത്ത് നിൽക്കണം. അവരെ അമ്മ രാത്രി അങ്ങനെ അകത്ത് നിൽക്കുമ്പോൾ ഗ്ലാസ് പിടിച്ച് പൊട്ടിച്ച് ആ പാൽ മൊത്തത്തിൽ ഇതിങ്ങനെ പോകുന്നു. അനൂപിന് ജില്ലാ ആശുപത്രിയിൽ വേണ്ട ചികിത്സ നൽകിയില്ലെന്നാണ് സുഹൃത്തുക്കളുടെ പരാതി. ഗുരുതരമായി പരിക്കേറ്റ ജതൻ ദാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിലും ആശുപത്രിയിലെ ആക്രമണത്തിലും കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ 1 കൊല്ലം.